Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? കുഴപ്പമില്ലായിരുന്നു മാം. PDF കാണാമോ? ഒന്നര മണിക്കൂർ ടീച്ചർ തന്നെയായിരിക്കും കേട്ടോ കണ്ടിന്യൂ ചെയ്യുന്നത്. കുറച്ച് കുട്ടികളും കൂടി കേട്ടോ കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? മോണൊക്കെ ഇടം വരെയായി? Okay, good afternoon to all. Chapter 8, Safety and Security in the Hospital. Safety and Security in the Hospital. PDF ഒക്കെ കാണാലോ? എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഉണ്ടോ? Okay. Yes. Safety and security in the hospital. എന്താണ് സേഫ്റ്റി എന്ന് പറയുന്നത്? സേഫ്റ്റി ആഫ്റ്റർനൂൺ. ഓക്കെ, സുരക്ഷയാണ് അല്ലെ? എന്തിൽ നിന്നാണ്, എന്താണ് നമുക്ക് ഈ സേഫ്റ്റി എന്നൊരു വാക്കിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Safety means to be free from injury, risk or harm. Safety എന്ന് പറയുന്നത് എന്താണ്? It means to be
ഫ്രീ ഫ്രം ഇൻജുറി, റിസ്ക് ഓർ ഹാം. എന്താണ് പറയുന്നത്? സുരക്ഷ എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നോ മുക്തമാകുന്ന ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുന്ന സിറ്റുവേഷൻ ആണ് എന്ത്? സേഫ്റ്റി എന്ന് പറയുന്നത്, അല്ലെ? സുരക്ഷ എന്നാല് പരിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകള് അല്ലെങ്കിൽ ഉപദ്രവം എന്നിവയിൽ നിന്ന് മുക്തമായിരിക്കുക എന്നുള്ളതാണ് എന്ത്? സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ. Then management of any hospital has a twofold responsibility concerning safety. Management of any hospital, ഏത് ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടൊരു twofold responsibility ആണ് ഹോസ്പിറ്റലിനുള്ളത്. എന്തിനെ പറ്റി? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്. അതായത് വേറെന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇവിടുന്ന് വേറെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഏതൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എടുത്ത് നോക്കിയാലും അവർക്ക് twofold റെസ്പോൺസിബിലിറ്റി ആണ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ളത്. ഏതൊക്കെയാണത്? ടു മേക്ക് ദ വർക്ക് പ്ലേസ് ആൻഡ് സറൗണ്ടിങ് സേഫ് ബൈ ക്രിയേറ്റിംഗ് സേഫ് കണ്ടീഷൻസ്. സെക്കൻഡ് വൺ, ടു എസ്റ്റാബ്ലിഷ്, കമ്മ്യൂണിക്കേറ്റ് ടു ഓൾ കൺസേൺഡ് ആൻഡ് എൻഫോഴ്സ് സേഫ്റ്റി റൂൾസ്. ഫസ്റ്റ് വൺ എന്താണ്? ടു മേക്ക് ദ വർക്ക് പ്ലേസസ് ആൻഡ് സറൗണ്ടിങ്സ് സേഫ് ബൈ ക്രിയേറ്റിംഗ് സേഫ് കണ്ടീഷൻ. ഹോസ്പിറ്റലിലെ എൻവയോൺമെന്റ്, അതിന്റെ ചുറ്റുപാട് എങ്ങനെയുള്ളതായിരിക്കണം? സുരക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കണം നമ്മൾ ഹോസ്പിറ്റലിന് ചുറ്റും പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് വർക്ക് പ്ലേസിലും സറൗണ്ടിങ്സിലും എങ്ങനെയുള്ള ഒരു സാഹചര്യമായിരിക്കണം? സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെ? നമ്മൾ എന്ത് ചെയ്യാൻ പോകുമ്പോൾ എന്താണ് അവിടെ ഏതൊക്കെയാണ് അപകടമില്ലാത്തത്, അല്ലെങ്കിൽ സേഫ്റ്റി നോക്കിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ സുരക്ഷിതത്വം നമുക്ക് ആർക്കും പരിസരത്തിനോ അല്ലെങ്കിൽ നമ്മൾക്കോ ഒന്നും പറ്റാത്ത രീതിയിലാണ് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ടു മേക്ക് ദ വർക്ക് പ്ലേസ് ആൻഡ് സറൗണ്ടിങ് സേഫ് ബൈ ക്രിയേറ്റിംഗ് സേഫ് കണ്ടീഷൻ. എന്താണ്? ഏത് സാഹചര്യങ്ങളാണെങ്കിലും എന്താണ്? ജോലി സ്ഥലവും പരിസരവും എങ്ങനെയായിരിക്കണം? സുരക്ഷിതമാക്കേണ്ടതുണ്ട്. അതാണ് അവരുടെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്താണ്? ടു എസ്റ്റാബ്ലിഷ്, communicate to all concerned and enforce safety rules. Then to establish, communicate to all concerned and enforce safety rules. എന്താ പറയുന്നത്? കൃത്യമായിട്ടുള്ള സുരക്ഷാ നിയമങ്ങളെ സ്ഥാപിക്കുക, അല്ലെ? എൻഫോഴ്സ് സേഫ്റ്റി റൂൾസ്. എന്തുമായി ബന്ധപ്പെട്ടാണ്? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ സ്ഥാപിക്കുക. അതോടൊപ്പം തന്നെ എന്താണ്? എല്ലാവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് ആശയവിനിമയം നടപ്പിലാക്കുക. ഓക്കെ. സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റൂൾസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. മാത്രമല്ല എന്താണ്? അത് പരസ്പരം എല്ലാവരുമായിട്ട് നമ്മളത് ആശയവിനിമയം കൂടി നടത്തുകയും വേണം. അപ്പൊ ഈ twofold റെസ്പോൺസിബിലിറ്റി വരുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റലിലെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ. ഒന്ന് എന്തായിരുന്നു? To make the workplace and surroundings safe by creating safe conditions. Second one, to establish, communicate to all concerned and enforce safety rules. Okay. So എന്താണ് സേഫ്റ്റി എന്നും എന്താണ് twofold റെസ്പോൺസിബിലിറ്റി എന്നും മനസ്സിലായോ? യെസ്. അപ്പൊ ഇത് പഠിച്ചു നോക്കണം കേട്ടോ. സേഫ്റ്റിയുടെ ഡെഫിനിഷൻ. സേഫ്റ്റി മീൻസ് to be free from injury, risk or harm എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് സേഫ്റ്റി അവയർനെസ്. സേഫ്റ്റി അവയർനെസ്. Knowledge of work-related risk is necessary. Lab, nursing floors, laundry and kitchen demand special instruction and board safety rules. An employee should develop a safe attitude and safe behavior. The causative factors for most accidents are more human than environmental. Safety awareness എന്ന് പറയുന്നത് എന്താണ്? സുരക്ഷയെ കുറിച്ചിട്ടൊരു അവബോധം ഉണ്ടായിരിക്കണം, അല്ലെ? അതായത് പ്രത്യേകിച്ച് എന്താ പറയുന്നത്? നോളജ് ഓഫ് വർക്ക് റിലേറ്റഡ് റിസ്ക്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടായിരിക്കും നമ്മളത് അതല്ല നമ്മൾ ആദ്യം നോക്കുന്നത്. ഏത് വർക്ക് പ്ലേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെ റിസ്ക് ആണ് വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകും, അതിൽ നിന്നും സേഫ് ആയിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. ഓക്കെ. പ്രത്യേകിച്ച് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട ഏരിയാസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ലാബ്, അല്ലെ?
ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ലാബ്, നഴ്സിംഗ് ക്ലോസുകള്, ലോണ്ടറി ആൻഡ് കിച്ചൺ. അതൊക്കെയാണ് ലാബ്, നഴ്സിംഗ് ക്ലോസ്, ലോണ്ടറി ആൻഡ് കിച്ചൺ. ഡിമാൻഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് ബ്രോഡ് സേഫ്റ്റി റൂൾസ്. അപ്പൊ ഈ മേഖലകളിലേക്ക് എന്താണ് നമ്മള് സ്പെഷ്യൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ എന്താണ് സേഫ്റ്റി റൂൾസുകൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അത് എന്തിനാണ് ഈ റൂൾസുകൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? സുരക്ഷയെ കുറിച്ചുള്ള ഒരു അവബോധം സ്റ്റാഫുകൾക്കും അല്ലെങ്കിൽ പേഷ്യൻസിനൊക്കെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള റൂൾസുകൾ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, employees should develop a safe attitude and safe behavior. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എങ്ങനെയുള്ള ഒരു മനോഭാവമായിരിക്കണം ഉണ്ടാക്കിയെടുക്കേണ്ടത്? Employees should develop a safe attitude and safe behavior. എങ്ങനെയായിരിക്കണം? സുരക്ഷിതമായിട്ടുള്ള പെരുമാറ്റവും അതോടൊപ്പം തന്നെ എന്താണ് സുരക്ഷിതമായിട്ടുള്ള മനോഭാവവും സൃഷ്ടിക്കേണ്ടതുണ്ട് അല്ലെ? നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾക്കാണ് അറിയാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ വളരെ സേഫ് ആയിട്ടായിരിക്കണം അവിടെ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണമെന്ന് പറയില്ല. അതുപോലെ തന്നെ എന്താണ് അവിടെ ബിഹേവ് ചെയ്യുമ്പോൾ ഏത് വർക്ക് പ്ലേസിലാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ സേഫ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൂടി നമ്മൾ കാണിച്ചിട്ട് വേണം അവിടെ വർക്ക് ചെയ്യാനായിട്ട്. The causative factors for most accidents are more human than environmental. ഇനി എല്ലാ അപകടങ്ങളെക്കാൾ കാരണം മനുഷ്യനേക്കാൾ പ്രകൃതിയാണോ കാരണക്കാരാകുന്നത്? ആരാണ്? പ്രകൃതിയേക്കാൾ മനുഷ്യനാണ് കാരണക്കാരനാവുന്നത് അല്ലെ? മനുഷ്യന്റെ നീച പ്രവർത്തികൾ മൂലമാണെങ്കിൽ മനുഷ്യന്റെ നീച പ്രവർത്തികൾ മൂലമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആക്രമണങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പരിസ്ഥിതി ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നതും ആര് തന്നെയാണ്? മനുഷ്യരാണ്. ഹ്യൂമൻ ബീങ്സ് തന്നെയാണ് പരിസ്ഥിതി ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇവിടെ പറയുന്ന മിക്ക അപകടങ്ങൾക്കും കാരണം പരിസ്ഥിതിയേക്കാൾ കൂടുതൽ മനുഷ്യനാണെന്നാണ് കേട്ടോ. ഇവിടെ സേഫ്റ്റി അവയർനെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഏത് വർക്കിലാണോ വർക്ക് ചെയ്യുന്നത്, ഏത് വർക്കാണോ ചെയ്യുന്നത് ആ വർക്കിലേക്കായിട്ടുള്ള എല്ലാത്തരം അവബോധവും അവിടെ ഉണ്ടാകുന്ന എല്ലാ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അവബോധവും നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട ഏരിയാസ് ആണ് ലാബ്, നഴ്സിംഗ് ഫ്ലോറുകൾ, ലോണ്ടറി ആൻഡ് കിച്ചൺ എന്നത്. അവിടേക്ക് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും വേണം. സേഫ്റ്റി റൂൾസുകൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ദെൻ എല്ലാ എംപ്ലോയീസും എങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം പുലർത്തേണ്ടത്? സേഫ് ആറ്റിറ്റ്യൂഡ് ആണ്, സേഫ് ബിഹേവിയർ ആയിരിക്കണം. ഓക്കെ, മനസ്സിലായോ? സേഫ്റ്റി അവയർനെസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ സേഫ്റ്റി റൂൾസ് ആണ്. ഹോസ്പിറ്റൽ സേഫ്റ്റി റൂൾസ്. ഇവിടെ ഹോസ്പിറ്റൽ സേഫ്റ്റി റൂൾസിൽ പ്രധാനമായിട്ടും ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ്? ജനറൽ സേഫ്റ്റി റൂൾസ്. പേഴ്സണൽ ജനറൽ സേഫ്റ്റി റൂൾസ് ഫോർ പേഴ്സണൽ. പേഴ്സണൽ എന്ന് പറയുന്ന ആരാണ്? സ്റ്റാഫുകളാണ് അല്ലെ? അതായത് പൊതുവായിട്ടുള്ള സുരക്ഷാ നിയമങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ പാലിക്കേണ്ട സേഫ്റ്റി റൂൾസുകൾ എന്തൊക്കെയാണ്? ജനറൽ റൂൾസുകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? റൈറ്റ് വേ ടു ഡു എ ജോബ് ഇൻ ദ ഹോസ്പിറ്റൽ ഇസ് എ സേഫ് വേ. Right way to do a job in hospital is a safe way. നമ്മൾ വർക്ക് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഏത് വർക്കാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ എങ്ങനെയായിരിക്കണം? സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ ആയിരിക്കും. അതായത് നമുക്ക് ജോലി ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് ഒരു വേ ഉണ്ടായിരിക്കും അല്ലെ? അതിൽ കൂടി തന്നെ അല്ലാതെ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ അപകടം പറ്റുന്ന രീതിയിൽ ഒരിക്കലും ആ ജോലിയിലേക്ക് ഏർപ്പെടാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, യെസ്. Right way do a job in the hospital in safe way. Okay, safe way അത് ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കണം. Know your job absolutely. Know your job absolutely. എന്താണ്? നിങ്ങളുടെ ജോലി എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുക അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആരാണെങ്കിൽ തന്റെ ജോലി എന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. Okay, know your job absolutely. Then whenever there is a doubt, do not indulge in guesswork as the supervisor. Whenever there is doubt. ഇനി നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങളത് ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ആ ബസ് അല്ലെങ്കിൽ അത് ഗസ് ചെയ്തിട്ടത് ചെയ്യാനായിട്ട് ഒരിക്കലും നിൽക്കരുത്. എന്താണ് അവിടെ ചെയ്യേണ്ടത്? ആസ്ക് ദ സൂപ്പർവൈസർ അല്ലെ?
എന്താണ് നമ്മുടെ സൂപ്പർവൈസറുമായിട്ട് അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം നമ്മൾ ആ വർക്ക് അവിടെ ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മുടെ ഗസ് വർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സംശയം തോന്നുന്ന സമയത്ത് ഗസ് ചെയ്താൽ എന്താണ് ചിലപ്പോൾ എന്തെങ്കിലും അപകടം വരാനുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ, ഒരിക്കലും എന്താണ് whenever there is a doubt, do not enter in guesswork. As the supervisor, ask the supervisor. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം നമ്മൾ ആ സംശയം മാറ്റിയതിനു ശേഷമായിരിക്കണം വർക്ക് അവിടെ ചെയ്യേണ്ടത്. Then never handle or operate machinery, tools, equipment without authorization. Never handle or operate machinery, tools, equipment without authorization. എന്താണ് പറയുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള മെഷീൻസ് നമ്മൾ എന്താണ് എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്? അനുമതിയില്ലാതെ നമ്മൾ ഒരു യന്ത്ര ഉപകരണങ്ങളും തന്നെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല, അല്ലെ? അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് അതിന് ഓതറൈസ് ചെയ്യാതെ അല്ലെങ്കിൽ നമുക്ക് അനുമതി ഇല്ലാതെ ഒരിക്കലും നമ്മൾ അത് ഹാക്ക് ചെയ്യാനോ ഓപ്പറേറ്റ് ചെയ്യാനോ നിൽക്കരുത്. എന്തുകൊണ്ടാണ്? അവിടെയും എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചേക്കാം. Okay, never handle or operate machinery, tools, equipment without authorization. Okay, clear? ഇവിടെ നിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. Yes. Then be vigilant and observe eagerly. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇവിടെ നമ്മുടെ തൊട്ടിപ്പുറത്ത് ഒരു ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ടിലേക്ക് ഓണത്തിന് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് ശബ്ദം വരുന്നതാണ്. നമ്മൾ ക്ലോസ് ചെയ്തിട്ടിട്ടും രാവിലെ തുടങ്ങി അവിടെ പ്രോഗ്രാംസ് ആണ്. അതെന്താ ചോദിച്ചു കേട്ടോ. പാട്ടൊക്കെ വരുന്നുണ്ട്. ബി വിജിലന്റ് ആൻഡ് ഒബ്സർവ് ഈഗർലി. നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കണം? ജാഗ്രത പുലർത്തേണ്ടതുണ്ട്, അല്ലെ? എന്ത് ജോലി ചെയ്യുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു അവബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ജാഗ്രത പുലർത്തുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കൃത്യമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുകയും ചെയ്യണം. കാരണം നമ്മുടെ ചില സമയത്ത് ഒരു ശ്രദ്ധ മതി ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, നമ്മളോ മറ്റുള്ളവരോ രക്ഷപ്പെടാനായിട്ട് ചില നേരത്തുള്ള ഒബ്സർവേഷൻസ് മതിയാവും, അല്ലെ? ഓക്കെ, അപ്പൊ എപ്പോഴും എങ്ങനെയായിരിക്കണം? ബി വിജിലന്റ് ആൻഡ് ഒബ്സർവ് ഈഗർലി. നല്ല ജാഗ്രത പുലർത്തുകയും വേണം, നന്നായിട്ട് നമുക്ക് ഒബ്സർവ് നിരീക്ഷിക്കാനും സാധിക്കണം. ഓക്കെ, റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ടി എക്യുപ്മെന്റ്. റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ടി എക്യുപ്മെന്റ്. ഏതെങ്കിലും എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും തകരാറുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനടി തന്നെ എന്താണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും തകരാറുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനടി തന്നെ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, then unsafe conditions or acts defective or broken equipment. Unsafe conditions or acts defective or broken equipment. എന്താണ് unsafe conditions? എന്താണ് unsafe conditions എന്ന് പറയുന്നത്? അല്ലെങ്കിൽ സുരക്ഷിതമില്ലാത്ത ഏതെങ്കിലും സാഹചര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രോക്കൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മൾ എന്താണ് ഒരിക്കലും അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല, അല്ലെ? പ്രത്യേകിച്ച് സുരക്ഷിതമല്ലാത്ത സാഹചര്യം ബ്രോക്കൺ കേടുപാടുകൾ വന്ന ഒരു ഉപകരണങ്ങളും നമ്മൾ അവിടെ ഉപയോഗിക്കാനായിട്ട് പാടുന്നതല്ല. അല്ലെങ്കിൽ അതൊന്ന് പിടിക്കുകയോ അല്ലെങ്കിൽ അതിനെ തൊടുകയോ അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യാൻ അങ്ങനെ ഒരു യാതൊരുവിധ ശ്രമങ്ങളും നടത്താതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ. Then to be physically and emotionally fit for your work by maintaining good health and proper diet. To be physically and emotionally fit for your work by maintaining good health and proper diet. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി ഇമോഷണലിയും അവരെങ്ങനെയായിരിക്കണം? ഫിറ്റ് ആയിരിക്കണം, അല്ലെ? മാത്രമല്ല അവരുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഹാബിറ്റ്സ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ്സ് അവർ ഫോളോ ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു ഹോസ്പിറ്റൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോ ഫിസിക്കലി ഇമോഷണലി എങ്ങനെയായിരിക്കണം? അവര് ഫിറ്റ് ആയിരിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, then refrain from alcoholic drinks. Refrain from alcoholic drinks. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കണം എന്നാണോ പറയുന്നത്?
ഒഴിവാക്കണം അല്ലെ. ഒരിക്കലും വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സിറ്റുവേഷൻസിൽ ഒരിക്കലും നമ്മൾ എന്താണ് ലഹരി പദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് ആൽക്കഹോളിക് ആയിട്ടുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, യെസ്. ഉറങ്ങി പോവേണോ? അല്ല. Then personal hygiene is important. Wash your hands frequently. അല്ലെ, എന്നിരുന്നാലും എന്താണ് വ്യക്തി ശുചിത്വമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് എന്താണ് കൈകൾ ശുചിയാക്കേണ്ടതുണ്ട്. Personal hygiene is important. Wash your hands frequently. Then report to the doctor whenever you are ill with infection instantly and stay at home. Report to the doctor whenever you are ill with infection instantly and stay at home. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡോക്ടറെ കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടതിന് ശേഷം വീട്ടിൽ തന്നെ തുടരുന്നതായിരിക്കും ഏറ്റവും സേഫ് എന്ന് പറയുന്നത് അല്ലെ. എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അണുബാധ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനടി തന്നെ എന്താണ് ഡോക്ടറിനെ കാണുകയും നിങ്ങൾ വീട്ടിൽ തന്നെ തുടരുകയും ചെയ്യുക. ഓക്കെ, ഇതെല്ലാം എന്താണ് ജനറൽ സേഫ്റ്റി റൂൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Then cooperate with the hospital infection control committee by observing procedures already established. Cooperate with the hospital infection control committee by observing procedures already established. എന്താണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് നമ്മൾ എങ്ങനെയായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്? വളരെ സഹകരണ മനോഭാവത്തോടു കൂടിയായിരിക്കണം അവരുമായിട്ട് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കമ്മിറ്റി കൊടുത്തിരിക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സ് അല്ലെ, എല്ലാ സേഫ്റ്റി പ്രൊസീജിയേഴ്സും നമ്മൾ എന്താണ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതുമായി കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി സ്ഥാപിച്ചിട്ടുള്ള എല്ലാത്തരം നടപടിക്രമങ്ങളും നിരീക്ഷിച്ചിട്ട് എന്താണ് ആശുപത്രി അണുബാധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. ഓക്കെ, കോപ്പറേറ്റ് ചെയ്യണം. വെയർ പ്രോപ്പർ uniform and clothing for your job, neither too tight not to loose. Jewelry and high-heeled footwear may be dangerous. Wear proper uniforms and clothing for your job. നമ്മൾ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂണിഫോംസ് ഉണ്ടായിരിക്കും അല്ലെ. എങ്ങനെയായിരിക്കണം വെയർ ചെയ്യേണ്ടത്? പ്രോപ്പർ ആയിട്ടുള്ള നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അതായത് ജോബിന് ഏത് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിഫോംസ് മാത്രമായിരിക്കണം ധരിക്കേണ്ടത്. ഒരിക്കലും വളരെ ടൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വളരെ ലൂസ് ആയിട്ടോ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെ. നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിലായിരിക്കണം അത് ധരിക്കേണ്ടത്. Then and high heeled footwear may be dangerous. ഒരിക്കലും നമ്മൾ ഹൈ ഹീൽഡ് ആയിട്ടുള്ള ചപ്പൽസ് അല്ലെങ്കിൽ ഫുട്വെയർസ് ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല അല്ലെ. ഫ്ലാറ്റഡ് ആയിട്ടുള്ള ഷൂസ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഹൈ ഹീൽഡ് ആയിട്ടുള്ള ഫുട്വെയർസ് ഫ്ലോറിലൊക്കെ നടക്കുന്ന സമയത്ത് സ്ലിപ്പായി വീഴാൻ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, then walk, not run, especially when you are taking delicate breakable articles or instruments. Walk, not run. നമ്മള് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ പലതരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ടുപോകും അല്ലെ, അല്ലെങ്കിൽ ബ്രേക്കബിൾ ആവുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സോ ആർട്ടിക്കിൾസോ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും ഓടി പോകരുത് അല്ലെ, നടന്ന് വേണം പോകാനായിട്ട്. കാരണം ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആർട്ടിക്കിൾസ് എന്തെങ്കിലും നിങ്ങൾക്ക് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഒരിക്കലും ഓടിയല്ല പോകേണ്ടത്, നടന്ന് അല്ലെ വാക്ക് ചെയ്തിട്ടായിരിക്കണം പോകേണ്ടത്. If you see foreign material, loose wires, oil, spill, etc. on the floor, that may be the cause of an accident. ഇനി നമ്മളെ മുന്നിലായിട്ട് എന്താണ് ഫ്ലോറിൽ ചിലപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽസോ വയർ എന്തെങ്കിലും ഇലക്ട്രിക് വയർസ് ലൂസായി കിടക്കും അല്ലെങ്കിൽ ഓയിൽ സ്പില്ല് വീണ് കിടക്കും, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫ്ലോറിൽ കാണുന്ന സമയത്ത് എന്താണ് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് അവിടെ ആക്സിഡന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ കണ്ടു കഴിഞ്ഞത് ഉടനടി നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, എന്തെങ്കിലും ഓയിൽ സ്പില്ലൊക്കെ താഴെ വീണ് കിടക്കുക അല്ലെ, ഓയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡൊക്കെ വീണ് കിടക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമ്മൾ സ്ലിപ്പായി വീഴാനുള്ള സാധ്യതയുണ്ട്. പ്രാക്ടിക്കൽ ജോബ്സ്. എന്താണ് പ്രാക്ടിക്കൽ ജോബ്സ് എന്ന് പറയുന്നത്? പ്രായോഗിക തമാശകൾ. എന്താണ്
Do not enter in practical jobs involving fire, acid, water, compressed air, and other potentially hazardous things. എന്തായിരിക്കും ഇത് പ്രാക്ടിക്കൽ ജോബ്സ് എന്ന് പറയുന്നത്? നമുക്ക് എടുത്ത് അല്ലെങ്കിൽ തമാശക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണോ ഇതെല്ലാം? ആണോ? ആണോ? അല്ല അല്ലെ? ഒരിക്കലും അത്തരത്തില് നമ്മള് potentially hazardous ആയിട്ടുള്ള തിങ്സുകൾ ഒരിക്കലും വെറുതെ ഒരു കാരണവശാലേ ഒരു കാരണമില്ലാതെ നമ്മളത് ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അതുകൊണ്ടാണ് അതിന് പ്രാക്ടിക്കൽ ജോബ്സ് എന്നൊരു പ്രയോഗത്തിൽ അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഫയർ, ആസിഡ്, വാട്ടർ ഇതൊക്കെ എന്താണ്, പ്രത്യേകിച്ച് ആസിഡ് ഫയർ ഒക്കെ എന്താണ്, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഫയർ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഒന്നും തന്നെ നമ്മളായിട്ട് ഉണ്ടാക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, പൊട്ടൻഷ്യലി ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും എന്താണ് നമ്മള് തീർത്തും അകലം പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, വാർണിംഗ് ബോർഡ്സ്. എന്താണ് വാർണിംഗ് ബോർഡ്സ്? Pay attention to all warning boards. These signs warn you about dangerous and hazardous that may cause injury or harm. വാർണിംഗ് ബോർഡ്സുകൾ എന്തിനാണ് ഹോസ്പിറ്റലിൽ വാർണിംഗ് ബോർഡ്സുകൾ വെച്ചിരിക്കുന്നത്? എന്തിനാണ്? എന്തെങ്കിലും തരത്തിലുള്ള ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും ഹസാഡസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളെ മുക്തരാക്കുന്നത്, അതിൽ നിന്ന് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ സൈൻ ബോർഡ്സുകൾ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സൈൻ ബോർഡ്സുകൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സൈൻ ബോർഡ്സിൽ കാണുന്ന സമയത്ത് ഒരിക്കലും നമ്മളത് നിസ്സാരമായിട്ട് നോക്കരുത്. അല്ലെ, കൃത്യമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന സൈൻസ്, വാർണിംഗ് സൈനിന്റെ ബോർഡിന്റെ കൂടെ തന്നെ കൃത്യമായിട്ട് ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏത് തരം സിറ്റുവേഷൻസിൽ പോയാൽ നമ്മളത് വായിച്ചു നോക്കുക. ഇപ്പൊ വായിച്ചു നോക്കിയാൽ എന്താണ് ഒരു അപകടം അവിടെ ഇല്ലാണ്ടാകുന്നത് അല്ലെ. നമുക്കറിയാതെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ അതിൽ നിന്ന് കടന്നു പോകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, അപകടങ്ങള് ഉണ്ടാകും. ഓക്കെ, വാർണിംഗ് ബോർഡ്സുകൾ ഇമ്പോർട്ടന്റ് ആണ്. Then work procedure. Be familiar with your work procedure including safety practices at work. Okay. ഒരു മിനിറ്റ് കേട്ടോ, നിങ്ങൾ ആ എടുത്ത് അത്ര ഒന്ന് വായിച്ചു നോക്കിയേ. Okay, work procedure. Be familiar with your work procedure including safety practices work. നമ്മൾ ചെയ്യുന്ന ജോലിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്രൊസീജിയർ എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം സേഫ്റ്റി പ്രാക്ടീസസ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് വർക്ക് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാമല്ലോ ജോലി ചെയ്യുന്ന സമയത്ത് അപകടം ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ പ്രൊസീജിയർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അല്ലെ. അല്ലെങ്കിൽ എന്താണ്, പ്രൊസീജിയർ കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിലാണ് അവിടെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, വർക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം, വളരെ സേഫ് ആയിട്ട് ആ വർക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാണ് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഓൾറെഡി നമ്മൾ എങ്ങനെയായിരിക്കും എന്താണോ വർക്ക് പ്രൊസീജിയർ അതിനെ കുറിച്ച് വ്യക്തമായിട്ടും ധാരണ ഉണ്ടായിരിക്കണം. അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ട് കൊണ്ടായിരിക്കും നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, then handrails. Always use handrails on stairways of ramps. Handrails. Always use handrails on stairways of ramps. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ചില സ്റ്റാഫുകൾ കയറി പോകുന്നുണ്ടല്ലേ, ഒരു വിറ്റസിന് ചവിട്ടിയതിനു ശേഷം 2 പടി കഴിഞ്ഞിട്ട് അടുത്ത് കാല് കവിച്ച് വെക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓടി കയറുന്നവരെ കണ്ടിട്ടുണ്ടോ നമ്മളല്ലേ? 1 പടി വെച്ചിട്ട് അടുത്ത സ്റ്റെയർ വെക്കുന്നപ്പോഴായിരിക്കും
2-3 കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ അങ്ങനെ ചാടി ചാടി പോകുന്നവരുണ്ട്. ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യാതെ ചാടിക്കേറി പോകുന്നവർ. ഇപ്പം പേഷ്യൻസിന്റെ കൂടെ വിസിറ്റേഴ്സ് ആണെങ്കിൽ ആരാണെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ട്. പക്ഷെ എന്താണ്, അത് ഏറ്റവും വലിയൊരു അപകടമാണ് അല്ലെ. നമ്മുടെ കാലൊന്ന് സ്ലിപ്പായി പോയാൽ തന്നെ താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റെയർ കയറുന്ന സമയത്ത് എന്താണ്, അല്ലെങ്കിൽ റാമ്പുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കണം അല്ലെ. ഹാൻഡ് റെയിൽസ് എന്താണ് കണ്ടിട്ടില്ലേ, പിടിച്ച് പിടിച്ച് കയറാനായിട്ട്. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് സ്റ്റെയർസോ അല്ലെങ്കിൽ റാമ്പ് കണ്ടിട്ടുള്ള റാംസ് നമ്മള് വീൽ ചെയർസും സ്ട്രക്ചേഴ്സ് ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റാമ്പുകൾ, അതൊക്കെ എന്താണ് കയറുന്ന സമയത്ത് അവിടെ പടികളില്ലല്ലോ. അപ്പൊ എന്താണ്, നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും ഹാൻഡ് റെയിലുകൾ ഉപയോഗിക്കേണ്ടതാണ്. ഓക്കെ, ഹാൻഡ് റെയിൽസ് അറിയാലോ എന്താണെന്ന്, പിടി, കൈപ്പിടി. Overhead objects, when you try to take overhead objects, always use a good ladder. Do not climb on chairs or boxes. Chair എന്നാണ് കേട്ടോ അവിടെ. Climb on chair or boxes എന്നാണ്. അതായത് ഓവർഹെഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ഓവർഹെഡ് ഒബ്ജക്ട്സ് നമ്മൾ മുകളിലത്തെ നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒബ്ജക്ട്സുകൾ വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സാധനങ്ങൾ എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോ ഒരു ബോക്സ് വെക്കുക, എന്നിട്ട് ബോക്സിന്റെ മുകളിൽ കയറും, അല്ലെങ്കിൽ ചെയർ ഇടും, ചെയറിന്റെ മുകളിൽ കയറിയിട്ടായിരിക്കും അത് എടുക്കുന്നത്. പക്ഷെ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ വലിയ കയറാനോ അങ്ങനെ ചില ശ്രമങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് മുകളിലിരിക്കുന്ന വസ്തുക്കൾ എടുക്കുന്നതിന് വേണ്ടി. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളത്. പ്രത്യേകിച്ച് ഒരു ബോക്സോ ചെയറോ ഉപയോഗിച്ചിട്ടായിരിക്കരുത് മുകളിലിരിക്കുന്ന വസ്തുക്കൾ എടുക്കേണ്ടത്. പ്രത്യേകിച്ച് അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്, ഒരു ഗുഡ് ലാഡർ ആയിരിക്കണം അല്ലെ. ലാഡർ അല്ലെങ്കിൽ കോണി ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ ഓവർഹെഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ബോക്സോ അല്ലെങ്കിൽ ചെയറൊക്കെ മറിഞ്ഞു വീഴുന്ന സമയത്ത് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള സേഫ്റ്റി റൂൾസ് ആണ്. ഓക്കെ, സ്റ്റാഫുകൾ നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ട സേഫ്റ്റി റൂൾസുകളാണ് നമ്മൾ ഇത്രയും പോയിന്റ്സ് പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടോ അതില്? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. ഇനി ഇവിടെ ആരുടെ സുരക്ഷിതത്വത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. പേഷ്യൻസ് അല്ലെ, പേഷ്യൻസ് രോഗി പരിചരണത്തിലെ പ്രധാനപ്പെട്ട സുരക്ഷാ നടപടികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പ്രിവെന്റ് falling from bed. Feeble, disoriented, and patients who are under sedation frequently try to get off the bed unaided. Preventing falling from bed എന്ന് പറയുന്നത് എന്താണ്, കിടക്കയിൽ നിന്ന് പേഷ്യൻസ് താഴേക്ക് വീഴുന്നത് തടയണം അല്ലെ. ചില പേഷ്യൻസ് താഴേക്ക് വീഴാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. എങ്ങനെയുള്ള ആൾക്കാരാണ്, ഒന്ന് ഫീബിൾ മൈൻഡഡ് ആയിട്ടുള്ള ബലഹീനരായിട്ടുള്ള ആൾക്കാര്, ഡിസോറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ദിശാബോധം നഷ്ടപ്പെട്ടവര്, എന്തെങ്കിലും തരത്തിൽ സഡേഷൻസിൽ ഏർപ്പെട്ട പേഷ്യൻസ്, അത്തരം പേഷ്യൻസ് ആണ് എന്താ താഴേക്ക് വീഴാനുള്ള ഒരു സാധ്യത ഉള്ളത്. അപ്പൊ ചിലപ്പോ ഒരു ഓർമ്മയില്ലാതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിടക്കയിൽ നിന്ന് ഇറങ്ങാനുള്ള ശ്രമം നടത്തിയേക്കാം. അപ്പൊ അങ്ങനെ എന്താണ്, അങ്ങനെ ചെയ്യുന്ന പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്ലെ. ബെഡ് റെയിൽസ് യൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ചില സിറ്റുവേഷൻസിൽ എന്താണ് ഇങ്ങനെ പേഷ്യൻസ് വീഴാറുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എന്താണ് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ബെഡ് റെയിൽസുകൾ ഉണ്ടാവും അല്ലെ. ബെഡ് റെയിൽസ് എന്ന് പറഞ്ഞാൽ ബെഡ് ക്രോസ് ചെയ്തിരിക്കും അല്ലെ, 4 പാടും എന്താണ് ക്രോസ് ചെയ്യുന്ന രീതിയിൽ ബെഡ് റെയിൽസുകൾ യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള പേഷ്യൻസ് ആണ് വീഴാൻ സാധ്യത ഉള്ളത്. ഫീബിൾ മൈൻഡഡ്, ഡിസോറിയന്റഡ് ആൻഡ് patients who are under sedations. Okay. Then try to make the patient understand that they require assistance. Try to make the patient understand that they require assistance. നമ്മൾ എന്താണ് ഒരു അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താ, രോഗിക്ക് സഹായം ആവശ്യമാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെ. നമ്മളെ കൊണ്ട് ഒരു ആവശ്യം അവർക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റുന്നില്ല, ചിലപ്പോൾ ആക്ഷൻ കാണിക്കാൻ പറ്റില്ല, പക്ഷെ
എന്ന് വെച്ചാൽ ഇപ്പൊ കണ്ണുകളുടെ ചലനമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. എന്നിരുന്നാലും എന്താണ് പേഷ്യൻസിന് നമ്മളുടെ സഹായം ആവശ്യമാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഓക്കെ. Then patient belongings should be kept within reach. Patient's belongings should be kept within reach. എന്താണ് രോഗികളുടെ എല്ലാ വസ്തുക്കളും എന്താണ് കൈയെത്തും ദൂരത്ത് തന്നെ ആയിരിക്കണം സൂക്ഷിക്കേണ്ടത്. രോഗിയുടെ എല്ലാ വസ്തുക്കളും എങ്ങനെയായിരിക്കണം കൈയെത്തും ദൂരത്ത് തന്നെ ആയിരിക്കണം സൂക്ഷിക്കേണ്ടത്. ഓക്കെ. Then ask the patient to use nurse call bell to have a bedpan or urinal. Ask the patient to use nurse's call bell to have a bedpan or urinal. നമ്മുടെ വാർഡിലും അല്ലെങ്കിൽ റൂമിന്റെ അകത്തൊക്കെ ഒരു ബെഡ് ഉണ്ടാവും അല്ലെ നഴ്സിനെ കോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മള് നഴ്സിനെ ആ കോളിംഗ് ബെല്ലിൽ വിളിക്കുന്നത്? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ബെഡ് പാൻസോ യൂറിനൽ സിറ്റുവേഷൻസിലൊക്കെ ആയിരിക്കും ചിലപ്പോ വെയിറ്റ് സ്റ്റാൻഡേർഡ്സ് ഒന്നും ഇല്ലാത്ത പേഷ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും എന്താണ് ബാത്റൂമിൽ പോകാൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻസിലാണ് ബെഡ് പാൻസും യൂറിനൽസ് ഒക്കെ ബെഡ് പാൻ ഉപയോഗിക്കുന്നത് അല്ലെ. ഓക്കെ. കണ്ടിട്ടുണ്ടോ നിങ്ങളത്? കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലുള്ളതാണത്. Then bed rails. Bed rails എന്താണ്? യൂസ് ബെഡ് rails on the both side അല്ലെ. ആ കട്ടില്ല അല്ലെങ്കിൽ ആ ബെഡിന്റെ 4 സൈഡിലും എന്താണ് ബോത്ത് സൈഡിലും എന്തായിരിക്കും ബെഡ് റെയിൽസ് ഉണ്ടായിരിക്കും. പേഷ്യന്റ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ബെഡ് റെയിൽസ് ഉണ്ടായിരിക്കും. Medications. Check and double check medications relating instructions label patient identity. Medications. മെഡിക്കേഷൻസിന്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ സേഫ്റ്റി ആണ് ഉറപ്പുവരുത്തേണ്ടത്? Check and double check medications relating instruction labels patient identity. എന്താ പറയുന്നത്? പേഷ്യൻസിന്റെ പേര് റിലേറ്റ് ചെയ്തിരിക്കുന്ന അതായത് ആ മെഡിക്കേഷൻസ് നമ്മൾ 2 തവണയെങ്കിലും കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ചെക്ക് ചെയ്തതിനു ശേഷം പേഷ്യൻസിന്റെ ഐഡന്റിറ്റി അത് കൃത്യമായിട്ടാണോ എന്ന് നോക്കിയിട്ട് മാത്രമായിരിക്കും നമ്മൾ ആ മരുന്നുകളോട് കൊടുക്കേണ്ടത്. 2 തവണയെങ്കിലും കൃത്യമായിട്ട് മെഡിക്കേഷൻസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. Then labeling. Label all bottles and containers. Labeling. Label all bottles and containers. എന്താ പറയുന്നത്? എല്ലാ കുപ്പികളും അല്ലെങ്കിൽ ബോട്ടിൽസും കണ്ടെയ്നേഴ്സ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ പേര് അവിടെ ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. യെസ്. എല്ലാ കുപ്പികളിലും പാത്രങ്ങളിലും എന്താണ് ലേബൽ ചെയ്യുക. Then keep the medicine supply locked. Keep the medicine supply locked. എന്താ പറയുന്നത്? മരുന്ന് വിതരണം നമ്മൾ ലോക്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അടച്ചിടേണ്ടതുണ്ട്. അതൊരിക്കലും ഓപ്പൺ ആക്കി വെക്കാൻ പാടില്ല. മെഡിസിൻ സപ്ലൈസ് എപ്പോഴും ലോക്ക് ചെയ്തായിരിക്കണം വെക്കേണ്ടത്. ഓക്കെ. Keep the medicine supply locked. Keep warning signs against toxic substance, etc. Keep warning signs against toxic substance, etc. എന്താണ് പറയുന്നത്? വിഷപദാർത്ഥങ്ങളിൽ ടോക്സിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷപദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പ് അടയാളങ്ങള് സൂചിപ്പിക്കുക അല്ലെ. ടോക്സിക് സബ്സ്റ്റൻസ് ലഹരി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വിഷപദാർത്ഥങ്ങളുമായിട്ടുള്ള മുന്നറിയിപ്പ് സിഗ്നൽസുകൾ അല്ലെങ്കിൽ വാണിങ്സിൽ നമ്മള് സയൻസുകൾ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം അല്ലെ. ഓക്കെ. വിഷപദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് അടയാളങ്ങള് സൂക്ഷിക്കുക. ഓക്കെ. നമ്മൾ പറഞ്ഞത് എന്താണ്? സേഫ്റ്റി പേഷ്യന്റ് കെയർ ആണ്. പേഷ്യന്റ് കെയറിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന് പ്രിവെന്റ് ഫോളിംഗ് ഇൻ ഫ്രം ബെഡ്. പേഷ്യൻസ് പ്രത്യേകിച്ച് ഫീബിൾ മൈൻഡഡ് ആയിട്ടുള്ളവർ, ഡിസോറിയന്റഡ് അല്ലെങ്കിൽ സെഡേഷനുള്ള പേഷ്യൻസ് ഒക്കെ താഴെ വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. കൃത്യമായിട്ട് അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? നമ്മള് ബെഡ് റെയിൽസുകൾ യൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ രോഗിക്ക് നമ്മുടെ സഹായം ആവശ്യമാണെന്നവരെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കാര്യങ്ങൾ അവരോട് ബിഹേവ് ചെയ്യേണ്ടത്. പേഷ്യൻസിന്റെ എല്ലാ സാധനങ്ങളും ബിലോങ്സിസ് എല്ലാം നമ്മള് അവരുടെ കയ്യെത്തും ദൂരത്തായിരിക്കണം വയ്ക്കേണ്ടത്. പേഷ്യന്റിന്റെ എന്തെങ്കിലും തരത്തിലെ യൂറിനൽസ് ബാത്റൂം പോകേണ്ട സിറ്റുവേഷൻസില് നഴ്സിംഗ് കോൾ ബെൽസ് ഉപയോഗിച്ചുകൊണ്ട് നഴ്സിന് അതിനകത്തേക്ക് വിളിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. Then bed rails. Use bed rails on both sides. Medications.
മരുന്നുകൾ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് 2 തവണ എങ്കിലും ഡബിൾ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം, പ്രത്യേകിച്ച് പേഷ്യൻസിന്റെ ഐഡന്റിറ്റി ഒക്കെ നോക്കിയിട്ടായിരിക്കണം, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കി മാത്രമായിരിക്കണം മെഡിക്കേഷൻസ് കൊടുക്കേണ്ടത്. ദെൻ എല്ലാ ബോട്ടിൽസും കണ്ടെയ്നേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മെഡിസിൻ സപ്ലൈസ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ലോക്ക്ഡ് ആയിരിക്കണം. Then keep warning signs and against toxic substance etc. വിഷപദാർത്ഥങ്ങളുമായിട്ടുള്ള മുന്നറിയിപ്പുകൾ അടയാളങ്ങള് സൂക്ഷിക്കുക. ഓക്കെ, സേഫ്റ്റിയും പേഷ്യന്റ് കെയർ ക്ലിയർ ആണോ? നെക്സ്റ്റ്, സേഫ്റ്റി ഇൻ ട്രാഫിക്. സേഫ്റ്റി ഇൻ ട്രാഫിക് ഏത് ട്രാഫിക് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റ് ഫ്ലോസ് ആണ് അല്ലെ, പേഷ്യന്റിന്റെ ഓവർ ഫ്ലോസ് ആണ്, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ തിരക്കുകളാണ് ഇവിടെ പറയുന്നത്. വീൽ ബ്രേക്സ്, സേഫ്റ്റി ബെൽറ്റ്സ്, കാർഡ്സ്, റാമ്പ്, സ്വിംഗിംഗ് ഡോർസ്, എലവേറ്റേഴ്സ്, ട്രാൻസ്പോർട്ടിംഗ്, പാർക്കിംഗ്. ഇത് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? വീൽ ബ്രേക്സ്. കണ്ടിട്ടുണ്ടോ വീൽ ബ്രേക്സ്? Locking wheel brakes to secure wheelchair on structure in place before loading or unloading a patient, assisting a patient on and off the chair. Wheel breakers. ആ പേരിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വീൽ ബ്രേക്കറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടിയായിരിക്കും വീൽ ബ്രേക്കേഴ്സ്? വീൽ ചെയർ ഉരുണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് പേഷ്യൻസിനെ അൺലോഡ് ചെയ്യുന്ന സമയത്ത്, ലോഡ് ചെയ്യുന്ന സമയത്തും അൺലോഡ് ചെയ്യുന്ന സമയത്തും എന്താണ് നമ്മൾ വീൽ ബ്രേക്സ് ഉപയോഗിച്ചുകൊണ്ട് വീൽ ചെയർസ് അവിടെ നിർത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം എന്താണ്? അതുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, യെസ്, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വീൽ ബ്രേക്സുകൾ ഉപയോഗിക്കുന്നത്. Then safety belts. Safety belts. Safety belts to be based belts or side tails on structures to protect patients from falling while transporting. Patientsനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ട്രെച്ചേഴ്സിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് താഴേക്ക് അല്ലെങ്കിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സേഫ്റ്റി ബെൽറ്റ്സുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രെച്ചറിൽ ഇരിക്കുമ്പോഴും വീൽ ചെയർസിൽ ഇരിക്കുമ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? സേഫ്റ്റി ബെൽറ്റ്സുകൾ ഉപയോഗിക്കാറുണ്ട്. Okay, then carts, steel chairs, structures, push carts, steel chairs, structures slowly march your way ahead of you. നമ്മൾ എന്തെങ്കിലും കാർട്ടുകളോ സ്റ്റീൽ ചെയറുകളോ സ്ട്രക്ചറോ അല്ലെങ്കിൽ ട്രോളീസ് ഇതൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം പോകേണ്ടത്? വളരെ പതുക്കെ, വളരെ സ്ലോ ആയിട്ടായിരിക്കണം പോവേണ്ടത്. മാത്രമല്ല നമ്മുടെ മുന്നിലുള്ള വഴി നമുക്ക് വിസിബിൾ ആണോ എന്ന് നോക്കണം. അതായത് മുന്നിൽ മറ്റ് തടസ്സങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൊണ്ട് വേണം നമ്മൾ അത് തള്ളി കൊണ്ടുപോകാനായിട്ട്. അല്ലെങ്കിൽ കാർഡ്സോ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, പുഷ് കാർഡ്സോ സ്റ്റീൽ ചെയർസ് എന്തായിക്കോട്ടെ കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? നമ്മുടെ മുന്നിലുള്ള വഴി വിസിബിൾ ആണോ എന്ന് നമ്മൾ നോക്കണം. മറ്റു മാർഗ തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, then ramp. Control structures and wheelchairs from lower side while going up or down a ramp. എന്താണ് റാമ്പ് എന്ന് പറയുന്നത്? റാമ്പ് കണ്ടിട്ടുണ്ടോ? റാമ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടോ? ഓക്കെ, നമ്മൾ സ്റ്റെയറിന്റെ ഒപ്പം തന്നെ എന്താണ് ഒരു റാമ്പ് ഉണ്ടായിരിക്കും. എന്തൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ റാമ്പ് ഉപയോഗിക്കുന്നത്? സ്ട്രക്ചേഴ്സ്, വീൽചെയർസ് ഒക്കെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ എന്താണ് സ്റ്റെപ്പുകൾ യൂസ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ, അവർക്കൊക്കെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ അത്തരത്തിൽ റാംപ്സുകൾ ഉറപ്പുവരുത്തുന്നത്. Control structures and wheelchairs from lower side while going up or down a ramp.
എന്താ പറയുന്നത്? എന്ത് കൊണ്ടുപോകുന്ന വേണ്ടി നമ്മൾ റാമ്പുകൾ യൂസ് ചെയ്യുന്നത്? അതായത് മുകളിലോട്ട് താഴേക്ക് പോകുന്ന സമയത്ത് വീൽ ചെയറുകളും സ്ട്രെച്ചേഴ്സും ഒക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റാമ്പുകൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് സ്വിംഗിങ് ഡോർസ്. Swinging doors. Take vehicle through a swinging door, never ramp through. Take vehicle through a swinging door. Swinging door കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ടാവും, കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോന്ന് നോക്കണേ. തനിയെ ഓപ്പൺ ആവാൻ തനിയെ അടയുന്ന ഡോർസ് കണ്ടിട്ടില്ലേ നിങ്ങള്? സ്വിംഗിങ് ഡോറുകള്. ഒരു മിനിറ്റ് കാണിച്ചു തരാം. കാണാമോ നിങ്ങൾക്ക്? കാണാമോ? ഉണ്ടോ? കാണാൻ പറ്റുന്നില്ലേ? ഒരു മിനിറ്റ്. ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഇപ്പൊ ജ്വല്ലറീസിലൊക്കെ പോകുന്ന സമയത്തും ജ്വല്ലറികളിലും ഉണ്ടെങ്കിൽ തനിയെ ഓപ്പൺ ആവുകയും ചെയ്യുന്നത് ഉണ്ടോ? സ്വിംഗിങ് ഡോർസുകള്, ആടുന്ന ഡോറുകള്. കേട്ടോ, കണ്ടിട്ടില്ല. ഈ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാം. എന്തിനു വേണ്ടിയാണ് സ്വിംഗിങ് ഡോർസ് ഉപയോഗിക്കുന്നത്? ഇങ്ങനെയുള്ള ഡോറിലൂടെ നമുക്ക് എന്താണ് പെട്ടെന്ന് കയറി പോകാൻ, അതായത് ഒരു ഒരാളുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സ്ട്രെച്ചേഴ്സ്, വീൽചെയർസ് ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് വേഗം അതിനകത്തേക്ക് മറ്റൊരാളെ ഓപ്പൺ ചെയ്ത് തരാതെ, ഡോർ തുറന്നു തരാതെ നമുക്ക് ഈസി ആയിട്ട് കയറാനായിട്ട് സാധിക്കും അല്ലെ? ഇടിച്ചു കയറേണ്ടി വരുന്നില്ല. അത് ഓൾറെഡി എങ്ങനെയാണോ ഒരാൾ കയറുന്ന സമയത്ത് അത് ഓപ്പൺ ആവും, ഇറങ്ങുന്ന സമയത്ത് അത് ക്ലോസ് ആവുകയും ചെയ്യും അല്ലെ? അങ്ങനെയാണ് ഇതിങ്ങനെ. അതുകൊണ്ടാണ് അതിന് സ്വിംഗിങ് ഡോർസ് എന്ന് പറയുന്നത്. ഓക്കെ. Then elevator. Before entering or leveling the elevator in with a wheelchair or structure, make sure that floor is at level. The wheelchair is always back first. Elevator എന്താണെന്ന് നമുക്കറിയാലോ, ലിഫ്റ്റ് അല്ലേ? നമ്മളെ വീൽ ചെയറോ സ്ട്രക്ചറോ ഉള്ള ഒരു വീലിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മള് ഫ്ലോറിന്റെ ലെവലിലാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അല്ലാതെ ചിലപ്പോൾ എലവേറ്റേഴ്സ് നിന്ന് പോയ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഓപ്പൺ ആയി കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ മുമ്പിലേക്ക് പോയാൽ എന്താണ്, ചിലപ്പോ അത് ഫ്ലോറിൽ എത്തിയിട്ടുണ്ടാവില്ല അല്ലെ? അപ്പൊ അങ്ങനെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പൊ ഫ്ലോർ ലെവലറ്റ് കരയുടെ കറക്റ്റ് നിരപ്പിൽ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യണം, ആ വീൽ ചെയർസ് മുൻപോട്ട് എടുക്കാൻ പറ്റും. അല്ലാത്ത പക്ഷെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ദ വീൽ ചെയർ ഈസ് ഓൾവേസ് ബാക്ക് ഫസ്റ്റ്. ബാക്കിലേക്കാണ് ആദ്യം നമ്മൾ വലിക്കേണ്ടത്. ഓക്കെ. നിങ്ങൾ കണ്ടിട്ടില്ല, വീൽ ചെയർ ആദ്യം അവരിങ്ങനെ തിരികെ വെച്ചിട്ടാണ് കയറ്റുന്നത്. ലെഫ്റ്റിലൊക്കെ കയറ്റുന്നുണ്ടോ പേഷ്യൻസിനെ? ഇനി എങ്ങനെയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാം. മറ്റേ ഇപ്പൊ ഓൾറെഡി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുകയാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. Then transport patients feet first, have an assistant guide at front. Transporting എന്താണ്, നമ്മള് പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് പേഷ്യൻസിന് മുന്നിൽ ആയിട്ട് ആരായിരിക്കണം ഉണ്ടാവേണ്ടത്? പേഷ്യൻസിന്റെ മുന്നിലായിട്ട് ആരായിരിക്കണം ഉണ്ടാകേണ്ടത്? അസിസ്റ്റിംഗ് ഗൈഡ് ഉണ്ടായിരിക്കണം അല്ലെ? പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഗൈഡ് ആയിരിക്കണം പേഷ്യന്റിന്റെ തൊട്ട് മുന്നിൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ. എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ മാരേജ് ചെയ്യുന്നതിനോ സിറ്റി ചെയ്യുന്നതിനോ അല്ലെ മറ്റെന്തെങ്കിലും ലാബ് ടെസ്റ്റ് അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് കൊണ്ടുപോകുന്ന സമയത്ത് പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അസിസ്റ്റിംഗ് ഗൈഡുകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. Then parking. Park the wheelchair or structure out of the way of traffic at one side of the corridor. പാർക്കിംഗ് എവിടെയായിരിക്കും നമ്മൾ പാർക്ക് ചെയ്യേണ്ടത്? ആളുകൾ നടന്നു വരുന്ന വഴിയിൽ ഒരിക്കലും ഇടാൻ പാടുള്ളതല്ല. അതല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം? ഏതെങ്കിലും ഒരു സൈഡിൽ അല്ലെങ്കിൽ ഒരു കോറിഡോറിലായിരിക്കും. സൈഡ് കോറിഡോർസിന് സൈഡ്സിലായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ള വീൽ ചെയർ സ്ട്രെച്ചേഴ്സ് ഒക്കെ എവിടെ ഇരിക്കുന്നതെന്ന് ഹോസ്പിറ്റലാണ്. ഓക്കെ. അപ്പൊ പാർക്ക് ചെയ്യുമ്പോൾ എന്താണ്, ആൾക്കാർ നടന്നു പോകുന്ന വഴിയിലായിരിക്കും നമ്മൾ പാർക്ക് ചെയ്യേണ്ടത്. ഏതെങ്കിലും കോറിഡോർസിന്റെ സൈഡിൽ മാത്രമായിരിക്കണം വീൽ ചെയർസും സ്ട്രെച്ചറുകളും നമ്മൾ പാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോ പ്രത്യേക കാര്യം വെച്ചാൽ ഇപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും, പ്രായമായുള്ള ആൾക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും. അപ്പൊ നമ്മൾ ഇതൊക്കെ ആവശ്യമില്ലാത്തൊരിടത്ത് പാർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്,
പലതരത്തിലുള്ള അപകടങ്ങൾ അങ്ങനെയും ഉണ്ടാകാനുള്ള സാധ്യത. ഓക്കെ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളതെല്ലാം സൈഡിൽ ഒരു കോർണറിലായിട്ട് മാറ്റിയിടാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താണ് സേഫ്റ്റി ഇൻ ട്രാഫിക്. ഹോസ്പിറ്റൽ ട്രാഫിക്കിൽ അതായത് പേഷ്യൻസിന്റെ ഓവർഫ്ലോ മൂലം അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ഓവർഫ്ലോ പോലെ ഉണ്ടാകുന്ന തിരക്കിൽ നിന്ന് നമ്മൾ പ്രത്യേകമായിട്ട് സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായത്? ഒരു 5 minutes ഒരു ബ്രേക്ക് തരാം കേട്ടോ. 5 minutes ഒരു ബ്രേക്ക്. വെള്ളമൊക്കെ കുടിച്ചിട്ടോ.
Good afternoon. Okay, yes. Okay, next നോക്കാം. Safety against trips and falls. Safety against trips and falls. Okay, good afternoon. Safety against trips. Trips എന്ന് പറഞ്ഞാൽ trips and falls എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തെന്നി വീഴുക അല്ലെങ്കിൽ സ്ലിപ്പായിട്ട് വീഴുന്നതിൽ നിന്നുള്ള സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം. എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നമ്മൾ ഇങ്ങനെ സ്ലിപ്പായിട്ട് വീഴാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്? ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. Gather up little things on floor like banana peelings, flower petals, pencils, broken glasses, etc. എന്താണ് ചെറിയ കാര്യമാണെങ്കിൽ ഒരു ചെറിയ കാര്യം അത് വീഴാനാണ്. പ്രത്യേകിച്ച് ബനാന പീൽ ഫ്ലോറിൽ എന്തെങ്കിലും ബനാന പീലിങ്സ് അറിയാലോ, പഴത്തൊലി അല്ലെ, പഴത്തിൽ അല്ലെങ്കിൽ ഫ്ലവർ പെറ്റൽസ് പൂക്കളുടെ എന്തെങ്കിലും ഇതളുകള് അല്ലെങ്കിൽ എന്തെങ്കിലും പെൻസിൽസ് ബ്രോക്കൺ ആയിട്ടുള്ള എന്തെങ്കിലും ഗ്ലാസസ് പ്രത്യേകിച്ച് ഇലകള് ഇതൊക്കെ വീണ് കിടന്നാലും എന്താണ് നമ്മൾ സ്ലിപ്പ് ആവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ തെന്നി വീണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ ഉടനടി തന്നെ എന്ത് ചെയ്യണം, അത് നീക്കം ചെയ്യേണ്ടതാണ്. ഓക്കെ, യെസ്. Then clean liquids will instantly block off the area until it is cleaned. It is cleaned. Clean liquids will instantly block off the area until it is cleaned. ഇനി നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ലിക്വിഡ് സ്പിൽസുകൾ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള സ്പിൽസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഏരിയ നമ്മൾ ഉടനടി ബ്ലോക്ക് ചെയ്തതിനു ശേഷം ക്ലീൻ ചെയ്യുക അല്ലെ. ആ ഏരിയയിലേക്ക് മറ്റാരും കടന്നു വരാതിരിക്കാനായിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യാം. ആ ഏരിയ നമ്മൾ ബ്ലോക്ക് ചെയ്യുക, ഇൻസ്റ്റന്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തതിനു ശേഷം ക്ലീൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, clean liquids will instantly block off the area until it is cleaned. Okay. Then keep drawers and cabinet doors closed, especially doors of wall overhead mounted cabinets. Keep drawers and cabinet doors closed, especially doors for wall overhead mounted cabinets. എന്താണ് ക്യാബിനറ്റിന്റെയും ഡ്രോയേഴ്സിന്റെയൊക്കെ ആ ഡ്രോയർ ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ കാരണം എന്താ? ഇതുണ്ടായിരിക്കാം. ഡ്രോയേഴ്സും ക്യാബിനറ്റ്സും നമ്മൾ അടച്ചിടേണ്ടതുണ്ട്. കാരണം ചിലപ്പോൾ എന്താണ് ഓവർ മൗണ്ടൻസ് ക്യാബിനറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓവർ ഹെഡിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രത്യേകിച്ച് ഓവർ ഹെഡ് ആയിട്ടുള്ള അതിന് മുകളിൽ എന്തുണ്ടായിരിക്കും, ഡോർ ഓപ്പൺ ആയിരിക്കും. ആ ഡോർ ഓപ്പൺ ആയിരുന്നാൽ മുകളിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ താഴേക്ക് വീഴാനുള്ള സാധ്യത. അപ്പോഴും ഇപ്പോഴെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്യാബിനറ്റ് ഡോർസുകളെല്ലാം അല്ലെങ്കിൽ ഡ്രോയറുകളെല്ലാം തന്നെ ക്ലോസ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. ഒരിക്കലും ഓപ്പൺ ചെയ്തപ്പോൾ ഇടാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാരൊക്കെ പോകുന്ന വഴി അല്ലെങ്കിൽ ചിലപ്പോൾ താഴെയുള്ള ഡ്രോയേഴ്സിലൊക്കെ തട്ടി ആള് വീഴാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഓക്കെ, beware of electric cords. You may easily trip, place them out of the way. Beware of electric cords. എന്താണ് beware of electric cords എന്ന് പറയുന്നത്? വൈദ്യുത കമ്പികൾ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് അല്ലെ. ഇലക്ട്രിക് കോർഡ്സുകൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. എപ്പോഴാണ് ഇലക്ട്രിക് കോർഡ്സുകൾ നമ്മൾ വഴിയിൽ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നടക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ അത്തരം സന്ദർഭങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇലക്ട്രിക് കോർഡ്സുകളൊക്കെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ അത് മാറ്റം ചെയ്യേണ്ടതാണ്. Okay, beware of electric cords. You may easily replace them out of the way. Do not use fingers to collect broken glasses. Do not use fingers to collect broken glasses. Use a brush or pan instead. ഇനി എന്തെങ്കിലും ഗ്ലാസ്സുകളൊക്കെ പൊട്ടി താഴെ വീണ് കിടക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും അത് കൈകൾ ഉപയോഗിച്ചിട്ട് എടുക്കാനായിട്ട് പാടുള്ളതല്ല. എന്താണ് ഉപയോഗിക്കേണ്ടത്? ഒന്നില്ലെങ്കിൽ ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു പാൻ ഉപയോഗിച്ചിട്ട് മാത്രമായിരിക്കണം അത് നീക്കം ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അങ്ങനെ ഗ്ലാസ്സുകളൊക്കെ വീണ് കിടന്നാലും ആൾക്കാർ അതിൽ പോകുന്ന സമയത്ത് തെറ്റി വീഴാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്ലിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. Take one stair at a time. Always use handrails while walking up or down the stairs. Taking one stair at a time. നിങ്ങൾക്ക് ചവിട്ടുപടി കയറുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റെയർ കയറുന്ന സമയത്ത് ഒരു പടിയാണോ ഒരുമിച്ച് ചവിട്ടാറ്, അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരു പടിയാണോ ചവിട്ടാറ്?
ഒരെണ്ണം ചവിട്ടി രണ്ടെണ്ണം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചവിട്ടുന്നത് അല്ലെ, വേഗം മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെ. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്, ചില സന്ദർഭങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഏറ്റവും വലിയ അപകടമാണ് അല്ലെ, ഒരു സ്റ്റെയർ അറ്റ് എ ടൈമിൽ ഒരു സ്റ്റെയർ മാത്രം ഒരിക്കലും യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഒന്ന് സ്ലിപ്പായി പോയാൽ എന്താണ്, എത്രയും വേഗം മുകളിൽ എത്തുന്നേക്കാൾ സ്പീഡിൽ ചിലപ്പോൾ താഴെ എത്തും അല്ലെ. യെസ്, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണ്, ഒരു സ്റ്റെയർ ഒരു സമയത്ത് ഉപയോഗിക്കുക. പിന്നെ ഹാൻഡ് റെയിൽസ് നിർബന്ധമായിട്ട് നമ്മൾ നടന്നു പോകുന്ന സമയത്ത്, മുകളിലേക്ക് കയറുന്ന സമയത്ത് ഹാൻഡ് റെയിൽസ് ഉപയോഗിച്ച് തന്നെയായിരിക്കണം മുകളിലോട്ട് പോകേണ്ടത്. ഇൻ കേസ് സ്റ്റെയറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, നമുക്ക് തെറ്റി വീഴാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ്, അവിടെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഒരുക്കുന്നത്. യെസ്, പ്ലേസ് ഒബ്ജക്ട്സ് carefully overhead. Objects which are kept carelessly may drop and hurt people. Place objects carefully overhead. Objects which are kept carelessly may drop and hurt people. എന്താ പറയുന്നത്, നമ്മളിപ്പോ എന്തെങ്കിലും ആശ്രിതമായിട്ട് മുകളിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ അത് നമ്മളത് താഴെ വീഴാൻ, ഇപ്പൊ നടന്നു പോകുന്ന ആൾക്കാരുടെ തലയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ഓവർഹെഡ് ഒബ്ജക്ട്സിൽ വെക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം വെക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഡ്രോയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലോസ് ചെയ്തിട്ടായിരിക്കും ഇടേണ്ടത്, അല്ലെങ്കിൽ അത് മുകളിൽ നിന്ന് താഴേക്ക് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ആളുകളെ ഉപദ്രവിക്കാത്ത വീണ് ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ലിക്വിഡൊക്കെയാണ് മുകളിൽ ഇരിക്കണമെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഓപ്പൺ ആയി പോയ എന്താണ്, താഴെ അത് വീണ് സ്പില്ലാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയും സ്ലിപ്പായി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഓവർഹെഡ് ഒബ്ജക്ട്സിൽ നമ്മൾ പ്രത്യേകിച്ച് വെക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും അത് വെക്കേണ്ടത്. ഓക്കെ, നമ്മൾ പറഞ്ഞ എന്താണ്, സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലിപ്സ് ആൻഡ് ഫോൾസ്. ഇതിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും തരത്തിൽ നമ്മൾ സ്ലിപ്പായി വീഴുന്നതിനെ പറ്റിയുള്ള കുറെ സുരക്ഷിത മാർഗങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റോ ഏതാണോ? എന്താണ്, ഗ്യാദർ ഓഫ് ലിറ്റിൽ തിങ്സ്, അതായത് നമ്മുടെ ബനാന പീൽസ്, പഴത്തൊലികളോ ഫ്ലവർ പെറ്റൽസ്, അങ്ങനെ എന്തെങ്കിലും ബ്രോക്കൺ ഗ്ലാസസോ പെൻസിൽസ് ഒക്കെ കണ്ടാൽ എന്ത് ചെയ്യണം, അത് തെന്നി വീഴാനുള്ള സാധ്യത ഉള്ളതാണ്. അപ്പൊ നമ്മളത് ഉടനടി ഒന്ന് നീക്കം ചെയ്യുക എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ തെറ്റി വീഴാൻ, സിപ്പായി വീഴാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഇപ്പൊ അല്ലത് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ അതില്? ഇല്ലല്ലോ, ക്ലിയർ ആണോ? ഇനി നമുക്ക് നോക്കാം സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്. സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ് എന്താണ്? ഇലക്ട്രിക് ഗുഡ്സ്, സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്, ഇതിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ് ഇവിടെ പറയുന്നത്. എന്തിൽ നിന്നാണ്? യെസ്, അതായത് വൈദ്യുതി ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് അല്ലെ, വൈദ്യുതി ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട് നോക്കാം. പ്രിവെന്റ് വെറ്റ്നസ് നിയർ സ്വിച്ചസ്, റൈറ്റിംഗ് അപ്ലയൻസ്. എന്താണ് പ്രിവെന്റ് വെറ്റ്നസ് നിയർ സ്വിച്ചസ്, വയറിംഗ് അപ്ലയൻസ് എന്നൊക്കെയാണ്. വെറ്റ്നസ് എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? അതായത് നമ്മുടെ സ്വിച്ചുകള്, വയറുകൾ, അല്ലെങ്കിൽ ഇവയൊക്കെ എന്താണ്, നമ്മള് നനവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മീൻസ് വെറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നനവ് അല്ലെ. ഇതിലും തരത്തില് നനവ് ഉണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഈർപ്പം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രിവെന്റ് ചെയ്യേണ്ടതാണ്. സ്വിച്ചിലോ അല്ലെങ്കിൽ വയറിംഗ് അപ്ലയൻസിൽ എന്തെങ്കിലും തരത്തില് ഈർപ്പം കാണുകയാണെങ്കിൽ നമ്മൾ അത് പ്രിവെന്റ് ചെയ്യേണ്ടതാണ്. അവിടെ എന്തുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്? ഷോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, then protect cords. Heat and an abuse will damage electric insulation. ആ സെന്റൻസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഓയിൽ ഉണ്ടോ? ഓയിൽ എന്നാണോ? എവിടെയാണ് കിടക്കുന്നത്? പ്രൊട്ടക്ട് കോഡ്സ്, ഹീറ്റ്, ഓയിൽ അങ്ങനെയാണോ വരുന്നത്? ഹീറ്റ് ആൻഡ് ഓയിൽ അബ്യൂസ്.
ഓക്കെ, എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? കോട്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് കമ്പികൾ അല്ലെ, അമിതമായിട്ട് ചൂടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് അമിതമായിട്ട് ഹീറ്റ് ആവുന്ന സമയത്ത് അത് എന്തിന് ഡാമേജ് ആക്കാം എന്നാണ് പറയുന്നത്? ഇലക്ട്രിക് ഇൻസുലേഷനെ ഡാമേജ് ആക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ? യെസ്, അതായത് ഇലക്ട്രിക് ഇൻസുലേഷൻ അത് നശിപ്പിക്കാനുള്ള ഒരു സാധ്യത, അമിതമായിട്ട് അത് ഹീറ്റ് ആയി കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ third one, inspect cords, plugs, switches and outlets regularly to make sure that are not damaged. ഇൻസ്പെക്ട് കോഡ്സ്, എല്ലാ വയറിന്റെ ചുരുളുകളും നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് പ്ലഗുകൾ, സ്വിച്ചുകൾ, ഔട്ട്ലെറ്റ്സുകൾ എല്ലാം തന്നെ റെഗുലർ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിൽ ഡാമേജസ് അതിനുണ്ടോ എന്നുള്ളത് നമ്മൾ റെഗുലർലി ഇൻസ്പെക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇൻസ്പെക്ട് കോഡ്സ്, പ്ലഗ്സ്, സ്വിച്ചസ് ആൻഡ് ഔട്ട്ലെറ്റ്സ് റെഗുലർലി ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ നോട്ട് ഡാമേജ്ഡ്. അത് ഡാമേജ്ഡ് അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമായിരിക്കും നമുക്ക് ഉപയോഗിക്കേണ്ടത്. When you report electric faults instantly, a small shock overheat, sparking or noises is an urgent warning. Report electric faults instantly. Report electric faults instantly എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും വൈദ്യുത തകരാറുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫോൾട്ട്സ് ഉണ്ടെങ്കിൽ നമ്മള് ചെറിയ ഷോക്കോ അല്ലെങ്കിൽ ഓവർ ഹീറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു വൈബ്രേഷൻ ഒക്കെ തോന്നില്ല, ചെറിയൊരു ഷോക്ക് പോലെയൊക്കെ തൊടുന്ന സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അർജന്റ് ആയിട്ടുള്ള ഒരു വാണിംഗ് ആണ് അല്ലെ? എന്തെങ്കിലും അവിടെ ഒരു അപകടം വരാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഇലക്ട്രിക് കമ്പികളിൽ നിന്നും എന്തെങ്കിലും അബദ്ധമായിട്ടുള്ള ഒരു ഷോക്ക് ഉണ്ടാവാനുള്ള സാധ്യത എന്നുള്ള ഒരു മുന്നറിയിപ്പാണ്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം തന്നെ അങ്ങനെ കാണുന്നത്. അങ്ങനെ ചെറിയ ഷോക്സോ അല്ലെങ്കിൽ ചില വാളുമൊക്കെ തൊടുന്ന സമയത്ത് നമുക്കൊന്ന് പെട്ടെന്ന് എന്താണ് ഒരു വൈബ്രേഷൻസ് ഒക്കെ തോന്നാറ്. അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് ഉടനടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, then do not use an electric outlet when the plug does not fit accurately. Get the outlet changed. Do not use an electric outlet when the plug does not fit accurately. നമ്മൾ പ്ലഗ് അത് കുത്തുന്ന സമയത്ത് ചില സമയം അത് കൃത്യമായിട്ട് ഇത് കുത്താൻ പറ്റില്ലേ? ചോദിക്കാൻ അല്ലെ? എന്താണ് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവില്ല അല്ലെ? ചില പ്ലഗ്സുകൾ വെക്കുന്ന സമയത്ത് എന്താണ് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആ ഔട്ട്ലെറ്റ് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതുമ്മ കിടന്ന് പണിതുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അതുമ്മ തന്നെ എന്താണ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമുക്ക് ഷോക്ക് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. When connecting and disconnecting equipment, turn the on-off switches to off position. നമ്മൾ ഏതെങ്കിലും എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ സ്വിച്ച് ഓഫ് പൊസിഷൻ ആണോ എന്ന് ഉറപ്പ് വരുത്തണം. അല്ലെ, നമ്മളിപ്പോ ചാർജറൊക്കെ കുത്താവുന്ന സമയത്ത് ഓൺ ആണോ ഓഫ് ആണോ നോക്കാറില്ല അല്ലെ? പെട്ടെന്ന് അങ്ങ് കൊണ്ടേ കുത്തും. ഫോണിൽ ചാർജ് കയറുന്നതാണ് മുഖ്യം, സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ എന്ന് നോക്കൂല അല്ലെ? പെട്ടെന്ന് എന്താണ് ഓൺ ആയിരിക്കുന്നതിലാണ് നമ്മൾ പോയി കുത്തുന്നത് അല്ലെ? നിങ്ങൾ ചെയ്യാറില്ല എങ്ങനെയൊക്കെ? ഇല്ലാന്നൊന്നും പറയണ്ട, എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. യെസ്, ഒരിക്കലും അത് ചെയ്യരുത്, അത് ഏറ്റവും വലിയ അപകടമാണ് അല്ലെ? അപ്പൊ ഓഫ് പൊസിഷനിലാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും അത് കുത്തേണ്ടത്. ഓക്കെ, പ്ലഗ്സുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നത്. Then make sure that equipment is properly grounded. 3-wire ground plugs are good protection. Keep wires. എന്താണ്? Make sure that the equipment is properly grounded. പറഞ്ഞെന്താ? നമ്മൾ കണക്ട് ചെയ്തിരുന്ന ഉപകരണങ്ങൾ എന്താണ് ശരിയായിട്ട് അത് നിലത്ത്, അത് കൃത്യമായിട്ട് അതവിടെ എന്താണ് അല്ലെങ്കിൽ ഗ്രൗണ്ടിലാണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ആ ഒരു ഉപകരണം കൃത്യമായിട്ട് ഗ്രൗണ്ടഡ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ദെൻ 3-wire ഗ്രൗണ്ട് പ്ലഗ്സുകൾ. നമ്മൾ 3-wire ഗ്രൗണ്ട് പ്ലഗ്സ് കണ്ടിട്ടില്ലേ? മൂന്ന് വയേഴ്സുകൾ കുത്താൻ പറ്റുന്ന തരത്തിലെ പ്ലഗ്സുകൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? അപ്പൊ അത്തരം വയറുകൾ എന്താണ്? പ്ലഗുകൾ ഒരു നല്ലൊരു സംരക്ഷണമാണ്. പ്രത്യേകിച്ച് വയറുകൾക്ക് കുറച്ചുകൂടി സംരക്ഷണമാണ് അങ്ങനെ 3-wire ഗ്രൗണ്ട് പ്ലഗ്സുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വയർ സിസ്റ്റംസ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതായത് ഉപകരണങ്ങൾ ശരിയായിട്ട് നിലത്തുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമായിരിക്കും നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു 3-wire ഗ്രൗണ്ട് പ്ലഗ്സ് ഉപയോഗിച്ചുകൊണ്ട് അത് ഓപ്പൺ ആക്കേണ്ടത്. പ്രത്യേകിച്ച് keep wires protection, good protection. Sorry, keep wires lamp free from contact with curtains, furniture, packing materials. ഈ ഒരു സെന്റൻസ് ഇവിടെ കിടപ്പുണ്ട്, നോക്കിയേ. ഇനി നമ്മൾ വയറുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് വയർസുകൾ നമ്മൾ എന്തിൽ നിന്നൊക്കെയാണ് നീക്കം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെ നിന്നായിരിക്കും അതിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത്? പ്രത്യേകിച്ച് ലാമ്പുകൾ അല്ലെ? ലാമ്പുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും
കർട്ടൻസ്, ഫർണിച്ചർ, പാക്കിംഗ് മെറ്റീരിയൽസ് ഇവയുമായിട്ട് ഈ വയേഴ്സിന് സമ്പർക്കം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? എന്തെങ്കിലും ഷോക്സുകൾ അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയുള്ള ലാമ്പുകളായിരിക്കും ഇവിടെ ഉപയോഗിക്കേണ്ടത് പൊട്ടിത്തെറിക്കാതിരിക്കാനായിട്ട്? കർട്ടനുകള്, ഫർണിച്ചറുകൾ, പാക്കിംഗ് മെറ്റീരിയൽസുകള് ഇവയുമായിട്ട് സമ്പർക്കമില്ലാത്ത തരത്തിലുള്ള ലാംപ്സുകളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, then do not use any portable electrical equipment till the engineering department checks it for safety. Do not use any portable electrical equipment till the engineering department checks it for safety. Checks എന്നാണ്. നമ്മള് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കാം എന്നൊരു അനുമതി നൽകാതെ അല്ലെങ്കിൽ അവരുടെ അനുമതി ഇല്ലാതെ നമ്മൾ എന്താണ് ഒരു പോർട്ടബിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. അതായത് സുരക്ഷാ വകുപ്പ് നമുക്ക് അനുമതി തരാതെ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അവരുടെ ഉറപ്പുവരുത്തിയതിനു ശേഷം അവരുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, എന്നോട് പറയാം, സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കേടോ. ഇപ്പൊ കഴിയും, ക്ലാസ് നിർത്തുവാണ്. ലെഫ്റ്റ് ആയിക്കോട്ടോ, വയ്യാത്തവരൊക്കെ ലെഫ്റ്റ് ആയിക്കോളൂ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എടുക്കുന്ന ആരാണ് ഇവിടെ 18-ല്? ജോബ് സാറാണോ? ഓക്കെ, ശരി. മതിയോ? നിർത്തണോ? സ്റ്റോപ്പ് ചെയ്യണോ ക്ലാസ്? കുറെ എടുത്തു പോയി, ചാപ്റ്റർ തീരുന്നു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഓക്കെ, ബോറടിക്കണ്ടല്ലേ? കുറെ നേരമല്ലേ? ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയണോ? നമ്മൾ എന്തെങ്കിലും പോർട്ടബിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ സേഫ് അവിടുത്തെ സുരക്ഷാനുമതി ഇല്ലാതെ നമ്മളൊരു എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാൻ പാടില്ല. അവര് ഓതറൈസ് ചെയ്ത എക്യുപ്മെന്റ്സുകൾ മാത്രമല്ല, പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുമ്പോൾ അനുമതി ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കരുത്. ഇവിടെ ചെക്ക് ചെയ്ത് സേഫ്റ്റി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും നമ്മളത് ഉപയോഗിക്കേണ്ടത്. അതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞിട്ടാണ് കേട്ടോ. ഓക്കെ ആണോ എല്ലാവരും? കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ, വൈൻഡപ്പ് ചെയ്യണം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, യെസ്, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആവണം. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ നിങ്ങള്. ഹാപ്പി ഓണം. നിങ്ങളുടെ സ്മാർട്ട് സ്ട്രീമിൽ നാളെയാണ് ഓണം സെലിബ്രേഷൻ. ഓക്കെ, യെസ്, നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് പറ്റില്ല അല്ലേ? ശരി, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.